തിയേറ്ററുകളിൽ അതിന് കിട്ടിയ സെറ്റ് ബാക്കൊന്നും എൻ്റെ കൺവിക്ഷനെ, എൻ്റെ ആ സിനിമയോടുള്ള വിശ്വാസത്തെ ഒരിക്കലും ബാധിച്ചിട്ടില്ല. കാണുകയും ആസ്വദിക്കുകയും ചെയ്യേണ്ടിയിരുന്നൊരു തലമുറയ്ക്ക് അതിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അന്നത്തെ മറ്റ് പല സാഹചര്യങ്ങളും, മോഹൻലാലിൻ്റെ സ്റ്റാർഡം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ വളരെ യാദൃശ്ചികമായിട്ട് മോഹൻലാൽ ഈ കഥ കേൾക്കാനിടയായി. അദ്ദേഹം കഥ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചെയ്യാം എന്ന് ഇങ്ങോട്ട് ഓഫർ ചെയ്യായിരുന്നു. പക്ഷേ അത് എനിക്കും രഘുനാഥ് പലേരിക്കും അത് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. ദേവദൂതൻ സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ സിബി മലയിലാണ് ഇന്ന് ന്യൂസ് മലയാളത്തൊപ്പം ചേരുന്നത്. സാർ സ്വാഗതം. 24 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു തലമുറ കാണാൻ കാത്തിരുന്നൊരു സിനിമ ദേവദൂതൻ വീണ്ടും തിയേറ്ററിൽ എത്തുകയാണ്. എങ്ങനെ കാണും സാർ ആ നിമിഷത്തെ? ഇത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണ്. കാരണം നമ്മുടെ മലയാള ഭാഷയിൽ ഇതിനു മുമ്പൊരു റിലീസ് എന്ന് പറയുന്ന ഒരു ചിത്രം വന്നത് സ്ഫടികമാണ്. അതിനുശേഷം ദേവദൂതൻ എത്തുകയാണ്. ദേവദൂതൻ്റെ കാര്യത്തിൽ സ്ഫടികം അന്ന് തിയേറ്ററുകളിൽ വലിയ വിജയം നേടിയ ചിത്രം വീണ്ടും വരിക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകത. എന്നാൽ ഈ സിനിമ തിയേറ്ററുകളിൽ നിരാകരിക്കപ്പെട്ട ഒരു സിനിമ വീണ്ടും 24 വർഷങ്ങൾക്ക് ശേഷം അതൊരു തിയേറ്റർ എക്സ്പീരിയൻസുള്ള ഒരു സിനിമയാണെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ഒരു പുതിയ തലമുറ ആ സിനിമ റിലീസ് ചെയ്ത സമയത്ത് തിയേറ്ററുകളിൽ പോയി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെക്കുറിച്ച് വലിയ ഓർമ്മകളില്ലാത്ത, അല്ലെങ്കിൽ ആ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം മാത്രം ജനിച്ച ഒരു തലമുറ ഇന്ന് ആ സിനിമ മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ കണ്ട്, യൂട്യൂബിലൂടെയൊക്കെ കണ്ട് ആസ്വദിച്ച ശേഷം അതിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നൊരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇങ്ങനെയൊരു റിലീസ്. അതിൻ്റെ മൊത്തമായിട്ടുള്ള സാങ്കേതികമായ മാറ്റങ്ങൾ, കാലത്തിനനുസരിച്ചുള്ള എല്ലാ മാറ്റങ്ങളും, പ്രത്യേകിച്ചും വിഷ്വൽ ആൻഡ് സൗണ്ട് മേഖലയിൽ ഏറ്റവും പുതിയ സാങ്കേതിക സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് 4K അറ്റ്മോസ് സൗണ്ടിലും അതിൻ്റെ തന്നെ ഒരു വിഷ്വലായിട്ടുള്ള ഏറ്റവും നവീനമായ ഒരു സാഹചര്യങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വേർഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണുന്നവർക്ക് അവർ മുമ്പ് യൂട്യൂബിലോ മറ്റോ കണ്ട ആ അനുഭവത്തിലേക്ക് എത്രയോ മടങ്ങ് ഇരട്ടിയുള്ള ഒരു ആസ്വാദനം സാധ്യമാകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സാറ് സഹസംവിധായകനായിട്ട് പടയോട്ടത്തിൽ വർക്ക് ചെയ്തതിന് ശേഷം സാറ് സ്വന്തം സംവിധായകനായി ആദ്യമായി ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന പ്രൊജക്റ്റായിരുന്നു ദേവദൂതൻ്റെ തോട്ടം എന്ന് പറയുന്നത്. 1982, 83 ആ കാലഘട്ടങ്ങളാണ് വരുന്നത്. അത് അന്ന് എന്തായിരുന്നു ശരിക്കും ആ ഫസ്റ്റ് സ്റ്റേജ് എങ്ങനെയായിരുന്നു സിനിമയുടെ ഒരു ആലോചനകളിലേക്ക് വരുന്നത്? ഇല്ല, നവോദയം എന്നിങ്ങനെ ഒരു സിനിമ ചെയ്യാനുള്ളൊരു ഓഫർ വന്നപ്പോൾ അതിനായിട്ട് ഒരുപാട് കഥകൾ അന്വേഷിച്ചു. അങ്ങനെ ഒടുവിൽ ഈ കഥയിലേക്ക് എത്തുകയായിരുന്നു. ഈ ഒരു കഥയുടെ ഒരു സൂചനയാണ് നമുക്ക് കിട്ടുന്നത്. വളരെ ഇതിൻ്റെ ഒരു പ്രാരംഭ ചിന്ത മാത്രമാണ്. ഒരു കഥയൊന്നും പൂർണ്ണമായ രൂപമില്ല. ഒരു സ്കെൽറ്റനും ഒരു കുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പായിരുന്നു അന്ന് നമ്മുടെ ഇതിൻ്റെ ഒരു സ്പാർക്കിംഗ് പോയിൻ്റ്. പക്ഷേ അത് എഴുതി വന്നപ്പോൾ അതിൻ്റെ ഒരു വലിയ ഒരു നമ്മൾ പ്രതീക്ഷിച്ചതിനും മികവുറ്റ തിരക്കഥ അതിൽ നിന്ന് രൂപപ്പെടുകയുണ്ടായി. അതാണ് ആദ്യത്തെ സിനിമയ്ക്കായിട്ട് രൂപപ്പെടുത്തിയ തിരക്കഥ. അത് പക്ഷേ അന്ന് സംഭവിച്ചില്ല. അന്ന് മറ്റ് പല കാരണങ്ങളാൽ ആ സിനിമ സാധ്യമായില്ല. പിന്നെ ഒരു 18 വർഷങ്ങൾക്ക് ശേഷമാണ് അത് ഇപ്പോൾ നമ്മൾ തിയേറ്ററിൽ കണ്ട 2000 റിലീസ് ചെയ്ത സിനിമയുടെ ഫോമിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ സിനിമ ആദ്യ ചിന്തയിൽ നിന്നും തിയേറ്ററിലെത്തിയ ഒരു വേർഷനിലേക്ക് വരുന്നതിനകത്തൊരു 2-3 ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. 3ാമത്തെ വേർഷനാണ് നമ്മൾ തിയേറ്ററിൽ കണ്ടത്. ഇന്നത് റിലീസ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ആദ്യ ചിന്തകളോട് ചേർന്ന് നിൽക്കുന്ന, ആദ്യമായിട്ട് നമ്മൾ കൺസീവ് ചെയ്ത കഥയോട്, അതിൻ്റെ നായകൻ 7 വയസ്സുകാരൻ കുട്ടിയിൽ നിന്നും മോഹൻലാലിലേക്ക് മാറിയെങ്കിൽ പോലും കഥയുടെ അടിസ്ഥാനമായ ഘടനയ്ക്ക് കാര്യമായ മാറ്റം സംഭവിക്കാതെ അത് വളരെ സത്യസന്ധമായ ഒരു കഥ പറച്ചിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു എഡിറ്റിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ വളരെ ഒരു പ്രിസൈസ്ഡ് ആയിട്ടൊരു വേർഷൻ നമുക്ക് ഇപ്പോൾ തിയേറ്ററിൽ കാണാൻ കഴിയും. സാറിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സാറിൻ്റെ കരിയർ മൊത്തം എടുത്ത് നോക്കിയാൽ അതിൽ ഏറ്റവും ആത്മസമർപ്പണത്തോടുകൂടി വർക്ക് ചെയ്ത സിനിമ ദേവദൂതനാണെന്ന് ട്രെയിലർ ലോഞ്ചിന് സാർ പറയുകയുണ്ടായി. ആ ഒരു വർഷക്കാലം അല്ലെങ്കിൽ സ്ക്രിപ്റ്റിന് വേണ്ടി ചിലവഴിച്ച കാലം, ഷൂട്ടിങ്ങിന് വേണ്ടി ചിലവഴിക്കിയ സമയം, അതൊക്കെ പിന്നീട് ആലോചിക്കുമ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി വേറെ ആരും ഇതുവരെ ചെയ്യാത്ത ഒരു വർക്ക് സാർ ഇതിനു വേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ റിലീസിന് ശേഷം നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഫലത്തിലേക്ക് അത് എത്തിയില്ല. അന്ന് സാർ എന്തായിരിക്കും ആ ഒരു ടൈം ഫ്രെയിമിൽ തോന്നിയിട്ടുണ്ടാവുക? ഈ കഥ ആദ്യം നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ തൊട്ട് ആ കഥയോടുണ്ട് എൻ്റെ വിശ്വാസം ഇപ്പോഴും പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെയാണ്. അതിനൊരു ഏറ്റക്കുറച്ചിലുണ്ടായിട്ടില്ല.
തിയേറ്ററുകളിൽ അതിന് കിട്ടിയ സെറ്റ് ബാക്കൊന്നും എൻ്റെ കൺവിക്ഷനെ, എൻ്റെ ആ സിനിമയോടുള്ള വിശ്വാസത്തെ ഒരിക്കലും ബാധിച്ചിട്ടില്ല. തിയേറ്ററിൽ അത് നിരാകരിക്കപ്പെട്ടു, അത് നമുക്ക് നിരാശയ്ക്ക് കാരണമായി തീർന്നു. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മൾ ചെയ്ത ആ പ്രോഡക്റ്റ്, ആ സിനിമ ഒരു മോശം സിനിമയാണെന്നോ അത് സ്വീകരിക്കപ്പെടാതെ പോകേണ്ട സിനിമയാണെന്നുള്ള ചിന്ത എനിക്ക് അന്നും ഇന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പുതിയ വേർഷനിലേക്ക് വരുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മളത് അതിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നത്. തിയേറ്ററുകളിൽ ഇത് പൂർണ്ണമായിട്ടും സ്വീകരിക്കപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്നുണ്ട്. കാരണം ആ കാലത്ത് 2000 ഈ സിനിമ തിയേറ്ററിലെത്തുമ്പോൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്യേണ്ടിയിരുന്നൊരു തലമുറയ്ക്ക് അതിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അന്നത്തെ മറ്റ് പല സാഹചര്യങ്ങളും, മോഹൻലാലിൻ്റെ സ്റ്റാർഡം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ തടസ്സമായി നിന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറ എന്ന് പറയുന്നത് കുറച്ചും കൂടെ തുറന്ന മനസ്സോടെ സിനിമയെ സമീപിക്കുന്നവരാണ്. അവർ ലോകത്തിൽ ഇറങ്ങുന്ന ഏറ്റവും പുതിയ സിനിമകൾ വരെ അവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. സിനിമയുടെ പുതിയ സാങ്കേതികതകളെക്കുറിച്ച്, കഥ പറച്ചിൽ രീതികളെക്കുറിച്ചൊക്കെ അവർക്ക് പുതിയ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ ഇത് കാലത്തിന് മുമ്പേ പിറന്ന ഒരു സിനിമ 2000 ഇറങ്ങുമ്പോൾ അത് കാലത്തിന് മുമ്പേ പിറന്ന ഒരു സിനിമ എന്ന രീതിയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇപ്പോഴാണ് ഈ 2024 ഈ സിനിമയുടെ കാലം എന്ന് ഉള്ളൊരു തിരിച്ചറിവാണ് പ്രേക്ഷകർക്കും അവരോടൊപ്പം ഞങ്ങൾക്കും ഉള്ളത്. ഇപ്പം സ്ക്രിപ്റ്റിലെ രഘുനാഥ് പലേരിക്കും സാറിനടക്കം സിനിമയുടെ ആദ്യം ആലോചിക്കുന്ന ടൈം ഫ്രെയിമിൽ മോഹൻലാൽ എന്ന നായകനെക്കുറിച്ച് ആ ക്യാരക്ടറിനായി ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ പലരും നസ്രുദ്ദീൻ ഷാ, പിന്നീട് മാധവൻ, അങ്ങനെയുള്ള അഭിനേതാക്കളെയാണ് ആ കഥാപാത്രത്തിനായിട്ട് സാർ സെലക്ട് ചെയ്തത്. പിന്നെ മോഹൻലാലിലേക്ക് ഇത് എങ്ങനെയാണ് സാർ വന്നത്? ഇത് ഈ ആദ്യത്തെ വേർഷൻ കഴിഞ്ഞിട്ട് 18 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ സിനിമ ചെയ്യാനുള്ളൊരു ആലോചനയായിട്ട് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ 7 വയസ്സുള്ള കുട്ടി എന്ന ആ ഒരു പാറ്റേണിൽ നിന്ന് അത് മാറ്റിക്കൊണ്ട് ഒരു ക്യാമ്പസ് ലവ് സ്റ്റോറിയിലേക്ക് ഇതിനെ പ്ലേസ് ചെയ്യാനാണ് ശ്രമിച്ചത്. ആ ഘട്ടത്തിലാണ് മാധവനെക്കുറിച്ചുള്ള ഒരു ചിന്ത. മാധവനൊന്നും സിനിമയിൽ എത്തിയിട്ടില്ല. അദ്ദേഹം ഹിന്ദിയിൽ സീരീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. പക്ഷേ ആ സമയത്തേക്ക് അദ്ദേഹം അലൈപ്പാതി വൈദ്യ എന്ന സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുകയും അതിൻ്റെ തിരക്കിലായി പോവുകയും ചെയ്തു. വീണ്ടും നമ്മൾ പുതിയ ആൾക്കാരെ തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് കാസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നതും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. വളരെ യാദൃശ്ചികമായിട്ട് മോഹൻലാൽ ഈ കഥ കേൾക്കാനിടയായി. അദ്ദേഹത്തിനോട് ഈ പ്രോജക്റ്റിന് വേണ്ടി പറഞ്ഞതല്ല, യാദൃശ്ചികമായ ഒരു സൗഹൃദ വേളയിൽ എന്താണ് അടുത്ത ചെയ്യുന്നതെന്നുള്ള സിനിമയെക്കുറിച്ചുള്ളൊരു ചോദ്യത്തിൻ്റെ ഇടയിൽ നിർമ്മാതാവിൻ്റെ കയ്യിൽ നിന്നാണ് ഈ കഥ അദ്ദേഹം കേൾക്കുന്നത്. അപ്പോൾ അദ്ദേഹം കഥ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചെയ്യാം എന്നിങ്ങോട്ട് ഓഫർ ചെയ്യായിരുന്നു. പക്ഷേ അത് എനിക്കും രഘുനാഥ് പലേരിക്കും അത് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. കാരണം നമ്മൾ കൺസീവ് ചെയ്തതൊരു ക്യാമ്പസ് സ്റ്റോറി ആയിട്ടാണ്. ലാലിനെ അവിടെ പ്ലേസ് ചെയ്യാൻ പല രീതിയിലും നമുക്ക് ആ സമയത്ത് അത് സാധ്യമായിരുന്നില്ല. പിന്നീട് ലാൽ അതിൽ അധികമായ താല്പര്യം കാണിച്ചത് കൊണ്ടാണ് നമ്മളതിൻ്റെ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലുള്ള ഒരു റിനൗണ്ട് മ്യൂസീഷ്യനായിട്ട്, ലോകം അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞനായിട്ടൊക്കെ ഉള്ളൊരു പ്ലേസ്മെൻറ്റിലേക്ക് വന്നത്. അതുകൊണ്ടുണ്ടായ ഗുണമെന്ന് പറയുന്നത് എന്തൊരു മഹാനുഭാവല് പോലെയൊക്കെയുള്ള ഒരു കമ്പോസിഷന് സാധ്യത ഉണ്ടായത് അവിടെയാണ്. മറ്റു ഭാഷകളിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. മ്യൂസിക് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്തരത്തിലൊരു ഒരു മാസ്റ്റർ മ്യൂസിഷ്യൻ എന്നോ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. അത് ഈ വേർഷനിലേക്ക് വന്നപ്പോഴാണ് ഉണ്ടായത്. എന്നാൽ അതിന് നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി അതിനകത്ത് സംഭവിക്കുകയുണ്ടായി. അത് മോഹൻലാലിൻ്റെ പദവിയെ അല്ലെങ്കിൽ അത്തരം സിനിമകൾ കാണാൻ ആഗ്രഹിച്ച് വരുന്ന പ്രേക്ഷകരെ കൂടെ കണക്കിലെടുത്തുകൊണ്ട് ചില കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് അതിലേക്ക് ആഡ് ചെയ്തു, ആക്ഷൻസും ഹ്യൂമറൊക്കെ. പക്ഷേ അത് ഈ സിനിമയുടെ പ്രധാന ഘടനയോട് ചേർന്ന് നിൽക്കുന്നതല്ല എന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും അന്നത്തെ ഒരു കൊമേഴ്ഷ്യൽ സാഹചര്യങ്ങളിൽ അത് അനിവാര്യമാണെന്നുള്ളൊരു ഞങ്ങൾക്കുണ്ടായ തെറ്റായ ധാരണയിലാണ് അത് സംഭവിച്ചത്. ആ മാറ്റം അത്തരത്തിലുള്ള അഡീഷൻസ്, ഇതിനോട് ചേർന്ന് നിൽക്കാത്ത കാര്യങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ പുതിയ വേർഷൻ വരുന്നത്. ഈ റീമാസ്റ്റേർഡ് മനസ്സിലാക്കാൻ നമുക്ക് ക്വാളിറ്റിയിലുണ്ടാക്കുന്ന പുതിയ കാലത്ത് ചേഞ്ചസിനെ താരതമ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. റീ എഡിറ്റഡ് എന്ന് പറഞ്ഞൊരു സാഹചര്യം കൂടി ഇത്തവണ ദേവദൂതൻ റിലീസ് ചെയ്യുമ്പോഴുണ്ട്. ആ റീ എഡിറ്റിൻ്റെ ഒരു ആവശ്യകത എന്തായാലും സാർ ഇപ്പോൾ ഇത്തവണ? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യം ശരിക്കും ഈ കഥ പറയാൻ, ഈ കഥയിൽ ഉൾപ്പെടാൻ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ നമ്മൾ പിന്നീട് ഒരു സൂപ്പർ താരം ഇതിലേക്ക് വരുമ്പോൾ അയാളുടെ സാന്നിധ്യം കൊണ്ട് അയാളുടെ ആരാധകരായ പ്രേക്ഷകരൊക്കെ പ്രതീക്ഷിക്കുന്ന ചില എലമെൻറ്റ്സ് ഉണ്ട്, ആക്ഷനും കോമഡിയൊക്കെ. അത് ഈ സിനിമയുടെ പ്രധാന ഘടനയോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നില്ല. പക്ഷേ അന്നത്തെ ഒരു കൊമേഴ്ഷ്യൽ സാഹചര്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്.
അത് ഈ സിനിമയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തന്നെ ആയിരുന്നു. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വേർഷനാണിത്. വിദ്യാസാഗർ സാറിൻ്റെ സംഗീതമാണ് ദേവദൂതൻ്റെ ആത്മാവെന്ന് സാർ പറയുകയുണ്ടായി. മുൻപ് സമരം ബദ്ലഹേമോ പ്രണയവർണ്ണങ്ങൾ പോലുള്ള സിനിമകൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ശേഷമാണ് ദേവദൂതനിലേക്ക് വരുന്നത്. അപ്പോൾ വിദ്യാസാഗർ സാറിനുള്ള ഒരു കൊടുത്തൊരു ഇൻസ്ട്രക്ഷൻ എന്തായിരുന്നു? ഇത്തരത്തിലുള്ള പാട്ടുകളാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ തിരക്കഥയോട് യോജിക്കുന്ന സംഗീതം ഒരു വലിയ എലമെൻ്റ് തന്നെയാണ് ദേവദൂതനിൽ. ഇത്തരത്തിലുള്ള പാട്ടുകൾ വേണമെന്നായിരുന്നു സാറിൻ്റെ ഒരു ഡിമാൻഡ്. വിദ്യാസാഗർ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ തിരക്കഥ രൂപപ്പെടുന്നത്. അതായത് ക്യാമ്പസ് സ്റ്റോറിയായിട്ട് ഇതിനെ വർക്ക് ചെയ്യുമ്പോഴാണ് മാധവൻ അങ്ങനെ അല്ലെങ്കിൽ പുതുമുഖങ്ങളെ വെച്ചിട്ടുള്ളൊരു ക്യാമ്പസ് സ്റ്റോറി എന്ന നിലയിൽ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ അതിൻ്റെ ഒരു ഫസ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞ സമയത്താണ് വിദ്യാസാഗറിനെ ഞാൻ ഇവിടേക്ക് വരുത്തി. അത് വിദ്യാസാഗർ അത് കേൾക്കുകയും അതിനകത്തുള്ള അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കൽ സൈഡിലെ ഇൻപുട്സൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തതാണ്. അന്ന് മോഹൻലാൽ ഇല്ലാത്തത് കൊണ്ട് മോഹൻലാൽ നമ്മുടെ പരിഗണന ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ എന്തൊരു മഹാനുഭാവല് പോലെയുള്ള ഒരു പാട്ടിൻ്റെ സാധ്യതകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് വളരെ എൻഗേജിങ് ആയിട്ടുള്ള മ്യൂസിക്കൽ ഒരു ലവ് സ്റ്റോറി എന്ന നിലയിലാണ് അന്ന് അതിനെ കണ്ടത്. അപ്പോൾ ഈ പാട്ട് എന്തൊരു മഹാനുഭാവലും എന്ന് പറയുന്നൊരു വേർഷൻ പിന്നീട് വരുമ്പോഴാണ് വിദ്യാസാഗർ തന്നെയാണ് അങ്ങനെ ഒരു സജഷൻ. നമുക്കൊരു പടം തുടങ്ങുമ്പോൾ ഇയാൾ വലിയ ലോകപ്രശസ്തനായൊരു സംഗീതജ്ഞനാണ് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ക്ലാസിക്കൽ സിംഫണി നമുക്ക് വേണ്ടി അതിൻ്റെ ഒരു പ്രസൻറ്റേഷനിലൂടെ സിനിമ തുടങ്ങണമെന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെയാണ് എന്തൊരു മഹാനുഭാവലും എന്നും പറയുന്ന കീർത്തനത്തെ ഒരു വെസ്റ്റേൺ ഫ്യൂഷൻ രീതിയിൽ അവതരിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടായത്. അത് വിദ്യാസാഗറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വലിയൊരു കോൺട്രിബ്യൂഷനാണ്. മറ്റു പാട്ടുകളും സാഹചര്യങ്ങളൊക്കെ മറ്റു സിനിമയിലും സംഭവിക്കാമായിരുന്നതാണ്. ഏത് പാട്ടായാലും ബാക്കി 3 പാട്ടുകൾക്കും അതിൻ്റേതായ സാധ്യത തിരക്കഥയിലുണ്ടായിരുന്നു. പക്ഷേ ലാലിൻ്റെ എൻട്രിയോടുകൂടിയാണ് എന്തൊരു മഹാനുഭാവലും എന്ന് പറയുന്ന ഒരു സിംഫണിയെക്കുറിച്ചുള്ള ചിന്ത വരുന്നത്. ഈ സിനിമ റിലീസായ ദിവസത്തെക്കുറിച്ച് സാർ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിലീസായ ശേഷം രാവിലെ മോഹൻലാൽ വിളിച്ച് സിനിമയുടെ എന്തായി എന്ന് ചോദിക്കുകയും പിന്നെ അന്ന് ആ സമയം വരെ അത് ഓക്കെ ആയിരുന്നു. പിന്നീട് ഷോ അവസാനിച്ച് വൈകുന്നേരത്തോടു കൂടി നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഔട്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നൊരു ബോധ്യപ്പെട്ടിട്ട് സാർ 1.5 വർഷം അല്ലെങ്കിൽ അതിന് കുറച്ച് കാലത്തേക്ക് തന്നെ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കാലത്ത് എങ്ങനെയാണ് സാർ പിന്നീട് അതിജീവിച്ചത്? ഇല്ല, ആ കാലത്ത് അങ്ങനെ അധികം ഞാൻ ചെന്നൈയിലാണ് താമസിക്കുന്നത്. അങ്ങനെ അധികം പുറത്തേക്കൊന്നും പോകാറില്ലായിരുന്നു. അവിടെ വീട്ടിൽ തന്നെ ഇരുന്ന് അത്യാവശ്യം സിനിമ ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അന്ന് എത്തിയായിരുന്നു. അതിനെ കൂടുതൽ ബാധിച്ചത് നിർമ്മാതാവിനുണ്ടായ വലിയ ഒരു ഫൈനാൻഷ്യൽ സെറ്റ് ബാക്കാണ്. അത് നമുക്കൊന്നും അതിനകത്തൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത്. അത് തീർത്തും അങ്ങനത്തെ ഒരു നഷ്ടം അർഹിച്ചിരുന്നൊരു സിനിമയായിരുന്നില്ല എന്നുള്ള പോലെ അതാണ് കൂടുതൽ നിരാശ സംഭവിച്ചത്. അതിൽ നിന്നും കരകയറാൻ കുറച്ച് സമയമെടുത്തു. പിന്നീട് ഇഷ്ടം പോലൊരു സിനിമയുടെ ഒരു കഥ എൻ്റെ മുമ്പിലേക്ക് എത്തിയപ്പോൾ ഞാനൊരു ലൈറ്റർ സിനിമ അതിനുവേണ്ടി ഒരുപാട് പ്രഷറുണ്ടായ സമയത്ത് ഒരു വളരെ ഹെവി അല്ലാത്തൊരു ഒരു ഫീൽ ഗുഡ് മൂവി ചെയ്യാമെന്ന് മാത്രം ഒരു തോട്ടിലാണ് വീണ്ടും ആ സിനിമ ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. സാർ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളിൽ തിരക്കഥാകൃത്തുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ലോഹിതദാസ് സാറുമായിട്ടുള്ള തിരക്കഥകളാണ്. പിന്നെ ശ്രീനിവാസൻ, രഞ്ജിത്ത്, അങ്ങനൊരു ഫ്രെയിമിലേക്കാണ് പോകുന്നത്. സാർ തിരക്കഥകൾ അവലംബിക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞാൽ? ഇല്ല, പൊതുവായിട്ടും നമ്മളിപ്പോൾ ആദ്യ സിനിമ ചെയ്യുമ്പോൾ ശ്രീനിവാസൻ ജഗദീഷിൻ്റെ ഒരു കഥ ശ്രീനിവാസന് താല്പര്യമാവുകയും അത് എൻ്റെ അടുത്ത് പറയുകയും അതിൽ ശ്രീനിവാസൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷനിലാണ് ആ കഥയുടെ പശ്ചാത്തലം മാറുന്നത്. മറ്റൊരു പാരലൽ കോളേജ് എന്ന് പറയുന്നൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു ജഗദീഷിൻ്റെ കഥയിലുണ്ടായിരുന്നത്. ശ്രീനിവാസൻ വന്നതോടെയാണ് അതൊരു ഗ്രാമീണമായ പശ്ചാത്തലം ഗുസ്തിയുടെ പശ്ചാത്തലത്തിലേക്കും ഒടുവിൽ ദാരാസിംഗിനെ പോലുള്ള ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യുന്ന ലെവലിലേക്ക് വരെ എത്തിയത്. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു ശ്രീനിവാസൻ്റെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ആ തിരക്കഥയ്ക്കുണ്ടായിരുന്നു. പിന്നീട് ചെയ്ത ഓരോരുത്തരും ലോഹി വന്നു കഴിഞ്ഞോടെ ലോഹി ഞാനുമായിട്ടുള്ളൊരു നല്ല ഒരു കോംബോ രൂപപ്പെടുകയും ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സുതാര്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നൊരു റിലേഷൻഷിപ്പ് ഞങ്ങളുടെ ഇടയിലുണ്ടായി. ലോഹി മനസ്സിൽ കാണുന്നതിനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുകയും അതിനെ ലോഹി എഴുതുന്ന ആ ഒരു എഴുത്തിനെ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ദൃശ്യവൽക്കരിക്കാൻ കഴിയുകയും ചെയ്യുന്നൊരു പരസ്പരം കൊടുക്കൽ വാങ്ങലുള്ള ഒരു ടീമിംഗ് ആയത് മാറുകയുണ്ടായി. ഏറ്റവും കംഫർട്ടബിളായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതും ലോഹിയുമായിട്ട് തന്നെയാണ്. അത്തരത്തിലുള്ളൊരു പരസ്പരമായ തിരിച്ചറിവിൻ്റെ ഒരു
പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ നമുക്ക് വളരെ രണ്ടുപേർക്കും കംഫർട്ടബിളായിട്ടുള്ള രീതിയിൽ സിനിമ ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ വർക്ക് ചെയ്തതിൽ എനിക്ക് രഘുവായിട്ട് വളരെ ആദ്യ സിനിമയ്ക്ക് ഒരുമിച്ചിരുന്ന് ചെയ്തതിൻ്റെ ഒരു സൗഹൃദം ഇപ്പോൾ ഈ നിമിഷം വരെയും തുടർന്നു വരുന്നൊരു സൗഹൃദമാണിത്. രഘുവുമായിട്ടും വളരെ ഈസിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ബന്ധം എനിക്കുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങൾ ഒരു സിനിമ മാത്രമാണ്, സിന്ദൂരരേഖ മാത്രമാണ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതെങ്കിൽ പോലും നിരന്തരമായിട്ട് സംസാരിക്കുകയും കാണുകയും ഒക്കെ ഒരു ബന്ധം തുടരുന്ന ആളാണ്. ഡെന്നിസുമായിട്ട് ഒരു സിനിമ മാത്രമാണ് ചെയ്തത്. അതും ഡെന്നിസിൻ്റെയും എൻ്റെയും കരിയറിലെ വലിയ ഹിറ്റായ സിനിമയായിട്ട് ആകാശദൂത് മാറുകയുണ്ടായി. അപ്പോൾ നമ്മൾ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടെല്ലാം നല്ല ഒരു എന്താണ് വളരെ സുതാര്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന വ്യക്തികളുമായിട്ടാണ് നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നത്. ഈ പറഞ്ഞവർക്കായിട്ടൊക്കെ അങ്ങനെ ഒരു വർക്കിംഗ് സ്റ്റൈൽ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ലോഹിതദാസ് സാർ തന്നെ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിബിയുടെ കല്യാണം കൂടണമെന്ന വാശിയുടെ പുറത്ത് ഞാൻ 3 ദിവസം കൊണ്ട് എഴുതിയിട്ട തിരക്കഥയാണ് കിരീടത്തിൻ്റെ ആയിരുന്നത്. മലയാള സിനിമയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ വളരെ ക്ലാസിക് സിനിമകൾ അല്ലെങ്കിൽ ആ ലൈനിൽ ആളുകൾ ഇന്നും വിശേഷിപ്പിക്കുന്ന സിനിമയാണ് കിരീടം. മോഹൻലാൽ സാറിന് അവാർഡ് ഉൾപ്പെടെയുള്ള ഒരു റെക്കഗ്നേഷനൊക്കെ കിട്ടിയ സിനിമ. കിരീടത്തിൻ്റെ ഒരു ടൈം ഫ്രെയിമിൽ സാർ ഇപ്പോഴും ആലോചിക്കാറുണ്ടോ എടുക്കുമ്പോൾ? കിരീടത്തിൻ്റെ കഥ കുറേ കാലമായിട്ട് മനസ്സിലുണ്ടായിരുന്നു രോഹി. അത് വളരെ യാദൃശ്യമായിട്ടാണ് ആ ചിന്തയിലേക്ക് വന്നത്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ആദ്യ സിനിമ തനിയാവർത്തനം റിലീസായി അന്ന് രാത്രിയിൽ ആ സിനിമ കണ്ടിട്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആ സിനിമ കണ്ട സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ ഇവിടെ എറണാകുളത്ത് ഒന്ന് രാത്രിയിൽ ഇരുന്ന ആ സിനിമയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അത് ആസ്വദിച്ച രീതികളൊക്കെ നമ്മളോട് പങ്കുവെച്ചു. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ കയ്യിൽ ഒരു കഥയുണ്ട്, അത് ഇനി നിങ്ങൾ ചെയ്താൽ മതി, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കഥ പക്ഷേ ഒരു വീണുപോയ ഒരു ഗുണ്ടയുടെ കഥയാണ്. അപ്പോൾ ആ കഥ മനസ്സിലുണ്ടായിരുന്നു, പക്ഷേ അത് സിനിമയാക്കണമെന്നുള്ളൊരു ചിന്തയും നമുക്കുണ്ടായിരുന്നില്ല. എങ്കിലും ഈ ഗുണ്ട എന്ന് പറയുന്നൊരു തോട്ട് അദ്ദേഹമാണ് നമ്മുടെ ഉള്ളിലേക്ക് ഇട്ടത്, ഒരു ഗുണ്ടയുടെ ജീവിതം എന്നുള്ളത്. പക്ഷെ നമ്മളത് അതേ പാറ്റേണിൽ സിനിമയാക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പിന്നീട് അദ്ദേഹം മറ്റൊരു സംവിധായകന് വേണ്ടി ആ കഥ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് തിരിച്ചു വന്നപ്പോൾ അത് ചെയ്തോളാനുള്ള സമ്മതം നമ്മൾ കൊടുക്കുകയും ചെയ്തു, അത് ചെയ്യുകയും ചെയ്തു. അതാണ് ഹരികുമാർ സംവിധാനം ചെയ്ത ഊഴം എന്ന സിനിമ. ആ സിനിമ ഇറങ്ങുന്ന വരെ നമ്മൾ എഴുതാതെ കാത്തിരുന്നു. അതിനകത്ത് എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പോകുന്ന സിനിമയുടെ എലമെൻറ്റ്സ് കടന്നു വരുമോ എന്ന് ചോദിച്ചു. പക്ഷേ അത് ടോട്ടലി വിഭിന്നമായൊരു സിനിമയാണ്. ഒരു ഗുണ്ടയുടെ വീഴ്ചയ്ക്ക് ശേഷമുള്ള ജീവിതമായിരുന്നു അത്. അതിനുശേഷമാണ് നമ്മൾ എഴുതുന്നതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിച്ചു തുടങ്ങിയത്. പക്ഷേ എഴുതിയില്ല, നമ്മൾ ആ സിനിമ ലോഹിയുടെ മനസ്സിൽ കടന്നത് രൂപപ്പെട്ടുകൊണ്ടേയിരുന്നു. ഈ ഒരു അവസാന ഘട്ടത്തിൽ ഷൂട്ടിങ്ങിൻ്റെ എൻ്റെ കല്യാണം കഴിഞ്ഞ് 3-ാം ദിവസം ഞാൻ ലൊക്കേഷനിലേക്ക് പോവുകയാണ് ഷൂട്ടിങ്ങിനായിട്ട്. അപ്പോൾ അതിനുള്ളിൽ ലോഹി അത് എഴുതി തീർക്കുകയുണ്ട്. അന്ന് ഈ ഒരു വളരെ ചെറിയ ദിവസങ്ങൾ കൊണ്ടാണ് അദ്ദേഹം എഴുതി തീർത്തതെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇത്രയധികം സിനിമകളിൽ സംവിധാനങ്ങളിൽ വർക്ക് ചെയ്യപ്പോഴും സാറിന് എഴുതണം, തിരക്കഥാകൃത്തുന്ന നിലയിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ സാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ഇതുവരെ തോന്നാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു? എനിക്ക് സിനിമയിലേക്കുള്ളൊരു വഴി തുറന്നത് സിനിമയുടെ കഥാചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്ഷണത്തിലൂടെ. അതിനു മുമ്പ് ഞാൻ എഴുതുമായിരുന്നു, ചെറിയ ഷോർട്ട് ഫിലിമിൻ്റെയൊക്കെ തിരക്കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് എന്നെ നവോദയയിലേക്കുള്ളൊരു ക്ഷണം വരുന്നത്. അത് അവരുടെ പുതിയ പടത്തിൻ്റെ സ്റ്റോറി ഡിസ്കഷനിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എഴുത്തല്ല എൻ്റെ മേഖല. എനിക്ക് എഴുതുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത് ദൃശ്യങ്ങളിലൂടെയാണെന്നുള്ളൊരു ബോധം എങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ. എനിക്ക് എഴുതി ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനേക്കാളും വളരെ നന്നായിട്ട് ദൃശ്യങ്ങളായിട്ട് ആൾക്കാരെ കാണിക്കാൻ പറ്റുമെന്നുള്ളൊരു ബോധം അത് സിനിമയാണോ എന്തോന്നും അറിയില്ലായിരുന്നു. സിനിമയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന കാലം തൊട്ടുള്ളൊരു ചിന്ത അതിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എഴുതുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാതെ വരികയും എഴുത്തല്ല എൻ്റെ മേഖല എന്നുള്ളൊരു ബോധം എൻ്റെ ഉണ്ടാവുകയും ഈ ഇത്തരത്തിൽ വിഷ്വലൈസേഷനാണ്, എഴുതുന്നതിനെ ദൃശ്യവൽക്കരിക്കാനാണ് എനിക്ക് കൂടുതൽ കഴിവുള്ളത് എന്നുള്ളൊരു ബോധം എൻ്റെ ഉള്ളിലുണ്ടായി. അതുകൊണ്ടാണ് പിന്നെ എഴുത്തിലേക്ക് നല്ല എഴുത്തുകാരെ കിട്ടുകയാണെങ്കിൽ എഴുത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും ഞാൻ അവരോട് കൂടി ഇരിക്കാറുണ്ട്. ആ എഴുത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അവരുമായിട്ട് സംസാരിക്കുകയും ഡിസ്കസ് ചെയ്യുകയും എൻ്റെ ഇൻപുട്സ് അതിനകത്ത് കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അവരെ പൂർണ്ണമായിട്ടും അതിൻ്റെ സ്വാതന്ത്ര്യത്തിൽ വിട്ടുകൊടുത്തുകൊണ്ട് തന്നെയാണ് എഴുത്തുകാരനെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടു നടക്കാറുള്ളത്. ദേവദൂതൻ്റെ പരാജയത്തിൽ ഒരു കാരണമായി സാറിന് കണ്ടെന്ന് തോന്നിയ ഒരു കാര്യം മോഹൻലാലിൻ്റെ സ്റ്റാർഡം എലമെൻ്റ് ആയിരുന്നു. ഈ ദേവദൂതൻ സിനിമ പറയാൻ ഉദ്ദേശിച്ച ഒരു ട്രാക്കിൽ നിന്ന് ഈ സ്റ്റാർഡം ഒരു
ഒരു പ്രശ്നമായി ഷൂട്ടിംഗ് സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ തിരക്കഥയിൽ മാറ്റം വരുന്ന ടൈമിലോ ഒന്നും തോന്നിയിട്ടുണ്ടാവില്ലെങ്കിലും പക്ഷേ റിലീസിന് ശേഷം ഈ മോഹൻലാലിൻ്റെ സ്റ്റാർഡം ഒരു തിരിച്ചടികളിൽ ഒരു പ്രധാന കാരണമായി എന്ന് സാർ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിന് എന്തെങ്കിലും ഒരു മാറ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ വേറൊരു ഭാഷയിലേക്ക് സാർ ചെയ്യുന്നതിനെക്കുറിച്ച്, തമിഴിലേക്കോ മറ്റോ അത് റീമേക്ക് ചെയ്യുന്നതിന് സാധ്യതകളെക്കുറിച്ച് സാർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അത് എന്താ സംഭവിച്ചതിന്? ഇല്ല, മോഹൻലാൽ ഇതിനകത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ കഥയുടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഒറിജിനൽ ഒരു ഒറിജിനൽ ആയിട്ടുള്ള അതിൻ്റെ തോട്ടിൽ നിന്നും നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോകപ്പെടുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ കൊമേഴ്ഷ്യലായിട്ടുള്ള പ്രഷേഴ്സ് നമ്മുടെ ഭാഗത്തേക്ക് ഉണ്ടാകും, പ്രത്യേകിച്ചും നിർമ്മാതാക്കളുടെയൊക്കെ ഭാഗത്തുനിന്ന്. മോഹൻലാൽ അക്കാലത്തൊരു വലിയ, അക്കാലത്തും ഇന്നും അങ്ങനെ തന്നെയാണ്, പക്ഷേ അന്നത്തെ വല്ലാത്തൊരു ഹൈപ്പിൽ മോഹൻലാൽ നിൽക്കുന്നൊരു സമയത്ത് അദ്ദേഹം ഇങ്ങോട്ടൊരു പടത്തിന് ഓഫർ ചെയ്തു, ഇങ്ങോട്ടൊരു കഥ കേട്ട് സ്വയം അത് ചെയ്യാൻ തയ്യാറായി വരുമ്പോൾ അതിനെ നിരാകരിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു ചിന്തയും അതിൻ്റെ പ്രഷറും നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴും ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ കഥ, അതിൻ്റെ നമ്മൾ കണ്ട കഥ അല്ല പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാമായിരുന്നു. ഇപ്പോൾ ചെയ്യാൻ പോകുന്നതിൽ കൂടുതൽ നമ്മൾ കണ്ട സിനിമയിലേക്ക് അടുത്ത് നിൽക്കുന്ന ഒരു വേർഷനാണ് ഇപ്പോൾ വരുന്നത്. അതിൽ നിന്നും അത്തരത്തിലുള്ള അന്ന് നമുക്ക് ഇതിൽ മുഴച്ചു നിൽക്കുന്നതെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള വേർഷനാണ്. അത് കണ്ട 1-2 പേര് അത് വളരെ അതിനോടുള്ള റെസ്പോൺസ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ ആദ്യമായിട്ട് ഈ വേർഷൻ കണ്ടവർക്കൊക്കെ റീ എഡിറ്റഡ് വേർഷൻ കണ്ടവർ വളരെ അപൂർവം. നമ്മുടെ അടുത്ത് ഉള്ള ആൾക്കാരൊക്കെ തന്നെ, സിനിമാക്കാരല്ല ടെക്നീഷ്യന്മാരും അല്ലാത്ത ആൾക്കാർ കണ്ടവർ, ആ വേർഷൻ കണ്ടവർ ഈ വേർഷൻ കണ്ടവരും തമ്മിൽ അതിൻ്റെ വലിയ വ്യത്യാസത്തെക്കുറിച്ച് പറയുകയും ഇത് ഭയങ്കര എൻജോയിങ് ആയിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര എന്താണ് മറ്റു ഡിസ്ട്രാക്ഷനൊന്നും ഇല്ലാതെ കഥയെ പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യാൻ കഴിയുന്നൊരു വേർഷനാണ് എന്നുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ഈ ദേവദൂതൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കൽ സൈഡായിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളിൽ വന്ന ഒരു കാര്യം ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി ആയിരുന്നു. സന്തോഷ് തുണ്ടിയിൽ നിന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ ബോളിവുഡ് അടക്കം സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു ക്യാമറമാനാണ് അദ്ദേഹം. ഹോളിവുഡിൻ സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഫ്രെയിമുകളാണ് അദ്ദേഹം ദേവദൂതിന് വേണ്ടി സൃഷ്ടിച്ചതെന്നാണ് ഈ ചർച്ചകളെല്ലാം. അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിനെ ആസ് എ ഡയറക്ടർ സാർ എങ്ങനെയാണ് കാണുന്നത്? സന്തോഷ് എൻ്റെ കൂടെയാണ് ആദ്യം ഒരു സിനിമ ഇൻഡിപെൻഡൻ്റായിട്ട് ആദ്യം ചെയ്യുന്നത്. എൻ്റെ കൂടെ പ്രണയവർണ്ണങ്ങളാണ്. സന്തോഷിനെ എനിക്ക് പരിചയം വേണുവിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ തൊട്ട് സന്തോഷിനെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രണയവർണ്ണങ്ങളിലേക്ക് എത്തിയപ്പോൾ ഞാൻ സന്തോഷിനെ അതിലേക്ക് വിളിക്കുകയും അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സന്തോഷിനെ കുച്ചു ചോത്ത എന്ന് പറയുന്ന സിനിമയിലേക്ക് കരൺ ജോഹർ വിളിക്കുന്നു. അപ്പോൾ അത് പകുതിക്ക് വേറൊരാളെ ഏൽപ്പിച്ചിട്ട്, രാജീവ് രവിനെയൊക്കെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം ആ സിനിമയ്ക്ക് പോയത്. വീണ്ടും ഈ ദേവദൂതനിലേക്ക് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് പേര് സന്തോഷ് തന്നെയായിരുന്നു. സന്തോഷിൻ്റെ വലിയ കോൺട്രിബ്യൂഷൻസ് ഈ സിനിമയ്ക്കുണ്ട്. ഈ സിനിമയുടെ ഒരു വിഷ്വൽ ക്വാളിറ്റിയെ എത്രമാത്രം എൻഹാൻസ് ചെയ്തത് സന്തോഷിൻ്റെ ഫോട്ടോഗ്രാഫി തന്നെയാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഫ്രെയിംസും ലൈറ്റിങ്ങും ഒക്കെ ആ സിനിമയ്ക്ക് സാധ്യമാക്കിയത്. ഞാൻ ആഗ്രഹിച്ച ഒരു ഈ നേരത്തെ പറഞ്ഞ പോലെ ഹോളിവുഡ് ഒരു സിനിമകളിലേക്ക് ഒരു വിഷ്വൽ പാറ്റേണിലേക്കും സൗണ്ട് സ്കെയിലിലൊക്കെ ഇത് കൊണ്ടുവരണം എന്നുള്ള ഒരു മുൻധാരണയോടുകൂടി തന്നെയാണ് ഈ സിനിമയെ സമീപിച്ചത്. അതിന് ഏറ്റവും വലിയൊരു പിന്തുണ കിട്ടിയത് സന്തോഷിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. ഒരുപക്ഷേ ഈ നമ്മുടെ ചർച്ചകളിലൊക്കെ കാര്യമായിട്ട് അത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. നമ്മൾ മ്യൂസിക്കിനെക്കുറിച്ചും ഇതിൻ്റെ മേക്കിങ്ങിനെക്കുറിച്ചും ഡയറക്ഷനെക്കുറിച്ചും ആക്ടിങ്ങിനെക്കുറിച്ചും ഒക്കെ പറയുമ്പോഴും അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു പേരാണ് സന്തോഷ് തുണ്ടിയുടേത്. അതേപോലെ തന്നെ സൗണ്ട് റെക്കോർഡിസ്റ്റ് ആയിരുന്നു എച്ച് ശ്രീധർ. അതിൻ്റെ ഫൈനൽ മിക്സിങ് ചെയ്തത് ശ്രീധറാണ്. എ.ആർ. റഹ്മാൻ്റെയൊക്കെ എല്ലാ പാട്ടുകളും സിനിമകളും ഫൈനൽ മിക്സ് ചെയ്യുന്ന ആളാണ്. ശ്രീധർ ഇല്ലെങ്കിൽ എ.ആർ. റഹ്മാൻ ശ്രീധറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. ശ്രീധർ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. പക്ഷേ ശ്രീധറിൻ്റെ സൗണ്ട് മിക്സിങ്ങും ഈ സിനിമയുടെ വലിയ വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ ആസ്വാദ്യതയ്ക്ക്. എഡിറ്റർ ഭൂമിനാഥിൻ്റെ പേര് കൂടെ പറയാൻ. തീർച്ചയായിട്ടും ഭൂമിയെ പറ്റി പറയാത്തതിൻ്റെ കാരണം ഭൂമി എൻ്റെ എല്ലാ സിനിമകളും ചെയ്യുന്ന ആളാണ്. ഭൂമിയെ മാത്രമായിട്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ ഒരു സിനിമയിൽ എൻ്റെ ഏകദേശം 2-3 സിനിമകൾ മാത്രമാണ് മറ്റ് ഒരു എഡിറ്റർ ചെയ്തിട്ടുള്ളത്. അത് ആദ്യകാലത്താണ്. ഭൂമിയായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയ ശേഷം എല്ലാ സിനിമകളും ഞാനും ഭൂമിനാഥനും ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്നോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന എൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എല്ലായ്പ്പോഴും ഭൂമിക്കുണ്ട്. അതുകൊണ്ട് ഭൂമിയെ എടുത്തു പറയേണ്ട കാര്യമില്ല. ഭൂമി എനിക്ക് തോന്നുന്നത് ഇത്രയും ഒരു റിതം സെൻസ് ഉള്ള ഒരു എഡിറ്റർ വേറെ ഇല്ല. മൃദംഗം ആർട്ടിസ്റ്റാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ, മൃദംഗം ആർട്ടിസ്റ്റാണ്. ഒരു എഡിറ്റർക്ക് വേണ്ട ഒരു അടിസ്ഥാന ക്വാളിറ്റി എന്ന് പറയുന്നത് റിതം സെൻസാണ്. ഒരു ഷോട്ടുകളുടെ സസ്റ്റെയിൻ എത്ര നേരം ഒരു ഷോട്ട് വേണം,
ഒരു ഡയലോഗ് കഴിഞ്ഞിട്ടുള്ള ഒരു സൈലൻസ് എത്ര നേരം വേണം എന്നൊക്കെ ചിന്തിക്കുന്നത് ഡയലോഗ് തീർന്ന ഉടനെ അത് വെട്ടിമുറിക്കുന്ന പോലെയല്ല. അത് ആ പറയുന്ന ഡയലോഗ് പ്രേക്ഷകരിലേക്കും ആ കഥാപാത്രത്വം ആരോട് സംസാരിക്കുന്നു അയാൾ കേൾക്കുകയും ചെയ്യേണ്ടതിൻ്റെ ഒരു സമയം പരിധിയുണ്ട്. അത് നമുക്ക് അളന്നു മുറിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു പ്രിസൈസ്ഡ് ആയിട്ടുള്ളൊരു ടൈം സെൻസ്, ഒരു താളബോധം ഉള്ളവർക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഭൂമിക്ക് അത് കൃത്യമായിട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഭൂമിയെ എൻ്റെ കൂടെ ത്രൂ ഔട്ട് ചേർത്ത് പിടിച്ചത്. അവസാന കാലത്തെ ചില സിനിമകളാണ് ഭൂമിയെ അല്ലാതെ ചെയ്തത്. കാരണം എഡിറ്റിങ്ങിൽ വന്ന സാങ്കേതിക മാറ്റങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് ആ സമയത്ത് കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായി, എക്യുപ്ഡായി ശ്രമിച്ചു. പക്ഷേ അതിനുള്ളൊരു സ്പീഡൊക്കെ കിട്ടാൻ ഇച്ചിരി ടൈം എടുക്കുമായിരുന്നു. അങ്ങനെയൊരു അവസാനത്തെ കുറച്ച് സിനിമകൾ മാത്രമാണ് ഭൂമി ഇല്ലാതെ പോയത്. പക്ഷേ തുടർന്ന് ഇനിയും ഭൂമിയായിട്ട് അടുത്ത ഒരു ഫീച്ചർ ഫിലിം ചെയ്യുമ്പോഴത്തേക്കും ഭൂമി തന്നെയായിരിക്കും അപ്പോൾ ആ 10 വർഷം കൊണ്ട് ആസിഫിനുണ്ടായ ഗ്രോത്ത് അമ്പരപ്പിക്കുന്നതാണ്. ഞാൻ ആസിഫിനെ വിളിച്ചു. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വരുന്ന വലിയ ചർച്ചകൾക്ക് മാത്രമുള്ള കാര്യം അവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയാം. എനിക്ക് ആരോടോ എന്തോ പറയാനുണ്ട്. അതാണ് എൻ്റെ ആത്മാവെന്ന് പറയുന്നതാണ്. ആരെന്ന് പറയുന്ന ഒരു ആക്ടറെ നമുക്കൊരിക്കലും നിരാകരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ ചെയ്യേണ്ടിയിരുന്ന സിനിമകളാണ് പിന്നീട് ഞാൻ ചെയ്തത് എന്നൊക്കെ പറയുന്ന വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എല്ലാവരുടെയും കരിയറിൽ അത്തരത്തിലുള്ള ഉയർച്ച താഴ്ചകൾ സംഭവിക്കാറുണ്ട്.